പെരിന്തൽമണ്ണ തിരഞ്ഞെടുപ്പ് കേസിൽ ലീഗ് എംഎൽഎ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. നജീബ് കാന്തപുരത്തെ വിജയിയായി പ്രഖ്യാപിച്ചതിനെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KPM മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ ലീഗ് അംഗത്തിന് നിയമസഭാംഗമായി തുടരാൻ സാധിക്കും. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നിന്നും ലീഗ് സ്ഥാനാർത്ഥിയായി കേവലം 38 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു നജീബ് കാന്തപുരം മുസ്തഫയെ പരാജയപ്പെടുത്തിയത്. ഇതോടെയാണ് 340 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയില്ലെന്നായിരുന്നു KPM മുസ്തഫയുടെ പ്രധാന പരാതി. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പില്ലെന്ന കാരണത്താൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെക്കുകയായിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ കൂടെ എണ്ണിയിരുന്നുവെങ്കിൽ താൻ ജയിക്കുമായിരുന്നു. പോസ്റ്റൽ വോട്ടുകളിൽ 300-ലധികവും തനിക്കായിരുന്നു. ഏതെങ്കിലും വോട്ടറുടെയോ സ്ഥാനാർത്ഥിയുടെയോ പിഴവ് കൊണ്ടല്ല ഇത്തരത്തിൽ ഒരു പിശക് വന്നത്. അത് ഉദ്യോഗസ്ഥന്റെ പിഴവാണ്. അതുകൊണ്ട് തന്നെ മാറ്റിവെച്ച പോസ്റ്റൽ വോട്ടുകൾ കൂടെ എണ്ണി വിജയിയെ പ്രഖ്യാപിക്കണമെന്നായിരുന്നു മുസ്തഫയുടെ വാദം. ഉദ്യോഗസ്ഥന്മാരുടെ പിഴവിന് വോട്ടർമാരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇടതിന്റെ തോൽവി ഉറപ്പിക്കാൻ UDF അനുകൂല ഉദ്യോഗസ്ഥർ ഇടതു വോട്ടർമാരുടെ തപാൽ വോട്ടുകളിൽ മനഃപൂർവ്വം സീൽ ചെയ്യാതിരുന്നതാണോ എന്ന് സംശയമുണ്ടെന്ന് മുസ്തഫ നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ പ്രീസൈഡിംഗ് ഓഫീസറുടെ ഒപ്പില്ലാത്ത പോസ്റ്റൽ വോട്ടുകൾ അസാധുവാകുമെന്ന ചട്ടം മുൻനിർത്തി തന്നെ കോടതി അന്തിമ തീരുമാനത്തിലേക്ക് പോകുകയായിരുന്നുവെന്നാണ് സൂചന. കോടതി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. KPM മുസ്തഫയുടെ വാദം അംഗീകരിച്ച് അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് സഭയിൽ 100 സീറ്റുകൾ തികയ്ക്കാമായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ 76,530 വോട്ടുകൾ നജീബ് കാന്തപുരത്തിന് ലഭിച്ചപ്പോൾ തൊട്ടു പിന്നിലായി 76,492 വോട്ടുകളാണ് ഇടത് സ്വതന്ത്രനായ KPM മുസ്തഫയ്ക്ക് ലഭിച്ചത്. നജീബ് കാന്തപുരത്തിനും മുസ്തഫയ്ക്കും യഥാക്രമം 46.21, 46.19% വോട്ടുകൾ ലഭിച്ചു. 2016-ലും മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പെരിന്തൽമണ്ണയിലായിരുന്നു. 579 വോട്ടുകൾക്കായിരുന്നു V ശശികുമാറിനെതിരെ മഞ്ഞളാംകുഴി അലി ജയിച്ചത്. മാറ്റിവെച്ച തപാൽ വോട്ടുകളുടെ പെട്ടി കാണാതായതും നേരത്തെ വലിയ വിവാദമായിരുന്നു. 3 തപാൽ വോട്ട് പെട്ടികളായിരുന്നു എണ്ണാതെ മാറ്റിവെച്ചത്. പെരിന്തൽമണ്ണ ട്രഷറിയിലായിരുന്നു 348 തപാൽ വോട്ടുകൾ അടങ്ങിയ തപാൽ വോട്ട് പെട്ടി സൂക്ഷിച്ചത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തപാൽ വോട്ട് പെട്ടി ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ മലപ്പുറത്തെ ഓഫീസിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതേസമയം സത്യം വിജയിച്ചെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. ജനാധിപത്യം വിജയിച്ചു. MLA എന്ന നിലയിൽ നജീബ് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തതാണ്. അതിനൊക്കെയുള്ള അംഗീകാരം കൂടിയായി കോടതി വിധിയിൽ കാണുന്നതെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു.